إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നാം ഓരോരുത്തരും കരഞ്ഞിട്ടുണ്ട്. സന്തോഷം കൊണ്ട് കരയാറുണ്ട്, ദുഃഖം കൊണ്ട് കരയാറുണ്ട്, ആശ്വാസം കൊണ്ട് കരയാറുണ്ട്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പലപ്പോഴും കരഞ്ഞു തീർക്കാറുണ്ട്. സിനിമ കണ്ടിട്ട് കരയുന്നവരുണ്ട്, നോവൽ വായിച്ചിട്ട് കരയുന്നവരുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി കരയാറുണ്ട്. നമുക്ക് മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ സന്ദർഭങ്ങൾ നമുക്ക് കാണാം. നമസ്കാരത്തിൽ, വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ, ഖുർആൻ കേട്ടിട്ട്, അതുപോലെ തന്നെ പ്രവാചകന്റെ പ്രിയപുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട സന്ദർഭത്തിൽ, ഉമ്മു കുൽസൂം മരണപ്പെട്ട സന്ദർഭത്തിൽ, ഹംസ റളിയല്ലാഹു അൻഹ ദാരുണമായി വധിക്കപ്പെട്ട സന്ദർഭത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ പ്രബോധന മേഖലയിൽ താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബ് ഹിദായത്ത് കിട്ടാതെ മരണപ്പെട്ട സന്ദർഭത്തിൽ, മുഅ്ത യുദ്ധവേളയിൽ, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽപ്പെട്ടതാണ് പ്രവാചകൻ കരഞ്ഞ സന്ദർഭങ്ങളും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിരിയും കരച്ചിലും എല്ലാറ്റിലും മാതൃകയുള്ളതുപോലെ ഇതിലും നമ്മൾ സ്വീകരിക്കേണ്ട ചില നയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫല്യദ്ഹഖു ഖലീലൻ വൽയബ്കു കസീറ, അവർ കുറച്ചു ചിരിക്കട്ടെ, കൂടുതൽ കരയട്ടെ എന്നാണ്. പൂർവികരുടെ ചരിത്രങ്ങൾ, സലഫുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ
പുണ്യവാന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സൽഗുണമാണിത്. ബുക, കരച്ചിലെന്നത്. ഹൃദയങ്ങൾ ഭയക്കുകയും മനസ്സ് പിടക്കുകയും കണ്ണുകൾ നനയുകയും കരയുകയും ചെയ്യുക എന്നത് അവരെല്ലാവരും പുലർത്തിപ്പോന്ന ഒരു സൽഗുണമാണ്. വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലും നാം കാണുന്ന ഒരു വിഷയമാണ് ഇത്. പൂർവികരുടെ പേടിയും അതിനെ തുടർന്നുള്ള അവരുടെ കരച്ചിലുമൊക്കെ. സൂറത്തു മറിയം അതിന്റെ തുടക്കം മുതൽ നാം പാരായണം ചെയ്തു വരുമ്പോ കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നു. തുടർന്ന് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. അങ്ങനെ തുടങ്ങി യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നു. തുടർന്ന് വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻതബദത് മിൻ അഹ്ലിയ എന്ന് തുടങ്ങി മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. ശേഷം അവരുടെ മകൻ ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ തുടർന്ന് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ്, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ തുടക്കം മുതൽ ഒരുപാട് പ്രവാചകന്മാരെ സംബന്ധിച്ച്, മഹത്തുക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതെന്താ? ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വമിൻ ദുർരിയ്യതി ആദം. ആദം സന്തതികളിൽ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ച ഇവർ വമിമ്മൻ ദുർരിയ്യതി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആല ആദം സന്തതികളിൽ അനുഗ്രഹിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് അനുഗ്രഹം നൽകപ്പെട്ടവർ. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രായേൽ അലൈഹിസ്സലാം, അവരുടെയൊക്കെ സന്താന പരമ്പര വമിൻ ദുർരിയ്യതി ഇബ്രാഹിമ വ ഇസ്രായീല വമിമ്മൻ ഹദൈന വജ്തബൈന. അല്ലാഹു ഹിദായത്ത് നൽകിയ, പ്രത്യേകമായി തെരഞ്ഞെടുത്ത അവർ. എന്താണ് അവരുടെ പ്രത്യേകത പറഞ്ഞത്? ഇദാ തുസ്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ. ഇത്രയും പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞ വിഷയം ഇദാ തുസ്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖറൂ സുജ്ജദൻ വബുകിയ, അവർ സുജൂദിൽ വീഴും. എങ്ങനെ? ബുകിയ, കരഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട് അവർ സുജൂദിൽ വീഴുമെന്നാണ്. അപ്പോൾ കരയുക, സുജൂദിൽ വീഴുക, അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുക എന്നത് പ്രവാചകന്മാരുടെ മുഴുവൻ സ്വഭാവമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ആയത്തുകളിൽ സ്വാധീനിക്കപ്പെട്ടവരായിക്കൊണ്ട് ഈ ഒരു സൽഗുണം പ്രവാചകന്മാരും പുണ്യാത്മാക്കളുടെയും ഒക്കെ വിഷയത്തിൽ ഉണ്ട് എന്നത് അള്ളാഹു ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി,
മുമ്പ് വേദം ഇൽമു നൽകപ്പെട്ട ആളുകൾ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ വയഖൂലൂന സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല യഖിറൂന ലിൽ അദ്ഖാനി യബ്കൂൻ വയസീദുഹും ഖുശൂഅ. ഇൽമു നൽകപ്പെട്ട ആളുകൾ, പ്രവാചകന്മാർ, പുണ്യവാന്മാർ, ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാൻ, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ, അവർ സുജൂദിൽ വീഴും. എങ്ങനെ? യബ്കൂൻ, കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും. സുജൂദിൽ വീണ് വയഖൂലൂന സുബ്ഹാന റബ്ബിന, അവർ റബ്ബിനെ വാഴ്ത്തും, റബ്ബിനെ പുകഴ്ത്തും, അവർ റബ്ബിനെ തസ്ബീഹ് അർപ്പിക്കും. അവർ ആ നിലക്ക് കരഞ്ഞുകൊണ്ടവർ സുജൂദിൽ വീഴുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ജനങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ, അതുപോലെ തന്നെ നമ്മുടെ നോട്ടം, അതെല്ലാം മാറ്റി അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശ്രദ്ധയും നോട്ടവും തിരിച്ച് പൂർണ്ണമായും ശ്രദ്ധ അള്ളാഹുവിലേക്കാക്കിക്കൊണ്ട് നാളെ പരലോകത്തെ അവസ്ഥയോർത്തുകൊണ്ട് കണ്ണ് കരയുകയും കണ്ണ് കലങ്ങുകയും ഖൽബ് പിടക്കുകയും ചെയ്യും യഥാർത്ഥ വിശ്വാസികൾക്ക്. വയസീദുഹും ഖുശൂഅ, അവർക്ക് ഭയപ്പാട് വർദ്ധിക്കും, ഖുശൂഅ് വർദ്ധിക്കും. ഹൃദയം ഭയന്നുള്ള, മനസ്സ് കരയുന്ന അവസ്ഥ, അത് ഭക്തി കൂടാൻ, ഖുശൂഅ് കൂടാൻ, പേടി കൂടുന്ന അവസ്ഥ വിശ്വാസികൾക്കുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രത്തിൽ, പൂർവികരുടെ ചരിത്രത്തിലൊക്കെ നമുക്കിത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ്. കേൾപ്പിക്കുന്നതിനിടയിൽ കരച്ചിൽ കേട്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ തിരിഞ്ഞു നോക്കുകയാണ്. ഫഇദാ ഐനാഹു തദ്രിഫാൻ, അന്നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊലിക്കുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധയൂന്നിയപ്പോ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നാഥാ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിനക്കതിന് അധികാരമുണ്ട്, കാരണം അവർ നിന്റെ അടിമകളാണ്. അതല്ല നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസും ഹകീമുമാണ്. ആയത്തോദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം എന്ന ആയത്തോദിയപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ് ആ ആയത്തുകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പ്രഭാതം വരെ നമസ്കാരം നിർവഹിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ശഖീർ ഉദ്ധരിക്കുന്നത് കാണാം, കലത്തിൽ വെള്ളം തിളക്കുമ്പോ കേൾക്കപ്പെടുന്ന ശബ്ദമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിനകത്തു നിന്ന് ഉയർന്നിരുന്നത് മിനൽ ബുക്കാ, കരച്ചിൽ നിമിത്തം എന്ന് അദ്ദേഹം ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ റബ്ബിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭയപ്പാടും അറിയിക്കുകയാണ് ഇതിലൂടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാന റജുലുൻ ബക്കാഅൻ, അങ്ങേയറ്റം കരയുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുമ്പോ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉപ്പ കരയും, ഉപ്പ ഇമാമത്ത് നിന്നാൽ ഉപ്പ കരയും. പിന്നീട് പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസകരമായി തീരും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടാക്കിയില്ല. മറ്റൊരാളെ നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോ യഅബല്ലാഹു വറസൂലുഹു ഇല്ലാ അബൂബക്കർ, അബൂബക്കർ തന്നെ ഇമാമത്ത് നിൽക്കണമെന്ന് അവിടുന്ന് പറയുകയാണ് ഉണ്ടായത്.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടെയും നമുക്ക് ഈ വിഷയത്തിൽ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മസ്ജിദുൻ നബവിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റ ചരിത്രം ഉദ്ധരിക്കുന്ന ഭാഗങ്ങളിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ശദ്ദാദ് പള്ളിയിലെ അവസാനത്തെ സഫിലാണ് അദ്ദേഹം നമസ്കരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് ആയിരുന്നു പാരായണം ചെയ്തിരുന്നത്. ഇന്നമാ അഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ് എന്ന സൂറത്ത് യൂസുഫിലെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് കരയുകയാണ്. മിഹ്റാബിൽ വെച്ച് അദ്ദേഹം അത് ഓതുമ്പോഴുള്ള തേങ്ങിക്കരച്ചിൽ സഫിന്റെ പിറകിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു തൂർ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കേൾക്കുകയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന സൂറത്തു തൂറിലെ വചനം മതിലിനിപ്പുറത്തു നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പുറത്തു നിന്ന് മറ്റൊരാൾ ഓതുന്നത് കേൾക്കുകയാണ്. അദ്ദേഹം കേട്ട് കരയുകയാണ്. അത് കേട്ട് കരഞ്ഞ് അദ്ദേഹം രോഗം ബാധിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗ അലിംതും മാ അലിംതു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ. ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞ സന്ദർഭത്തിൽ സ്വഹാബത്ത് മുഖം പൊത്തി കരയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോടുള്ള സാരോപദേശം അത്രമാത്രം അവരിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചതനുസരിച്ച് ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, അല്പം മാത്രമേ ചിരിക്കുമായിരുന്നു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ആത്മീയമായ പല കാഴ്ചകളും പല രംഗങ്ങളും അവിടുന്ന് കണ്ടിട്ടുണ്ട്. ആത്മീയമായ മലക്കുകളോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ള പറയുന്നത്, ഞാൻ കണ്ടത്, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. നമ്മൾ ഭയന്ന് നമ്മുടെ മനസ്സ് പിടഞ്ഞ് അറിയേണ്ട കുറെ വിഷയങ്ങളാണ് ഇതിലുള്ളത്. മനസ്സ് കല്ലാകാൻ, മനസ്സ് കടുത്തതാകാൻ ഒരിക്കലും വിശ്വാസിയുടേത് പാടുള്ളതല്ല. നൈർമല്യമുള്ള ലോലമായ മനസ്സിന്റെ ഉടമകളായിരിക്കണം എപ്പോഴും വിശ്വാസികൾ. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. കടുത്തുപോയാൽ കല്ലിനെക്കാളും കടുത്തുപോകും ഹൃദയം. കാരണം കല്ലിനോട് ഹൃദയത്തെ തുലനപ്പെടുത്താൻ കഴിയില്ല. وإن من الحجارة لما يتفجر منه الأنهار. കല്ലിന്റെ കൂട്ടത്തിൽ അരുവികൾ ഒഴുകുന്നതുണ്ട്. وإن منها لما يشقق فيخرج منه الماء. കല്ല് പൊട്ടിപ്പിളർന്ന അതിനിടയിൽ നിന്ന് ഉറവകൾ വരുന്നവയുണ്ട്, വെള്ളം വരുന്നവയുണ്ട്. وإن منها لما يهبط من خشية الله. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉരുണ്ട് വീഴുന്ന കല്ലുകളുമുണ്ട്. അതുകൊണ്ട് കടുത്ത ഹൃദയത്തെ കല്ലിനോട് പോലും തുലനപ്പെടുത്താൻ സാധ്യമല്ല. ഔ അശദ്ദു ഖസ്വ. കല്ലിനേക്കാളും കടുത്തുപോയ ഹൃദയങ്ങളുണ്ട്. പക്ഷേ അത്തരം ഹൃദയങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര ഗുണപാഠങ്ങൾ കേട്ടാലും, എത്ര ദൃഷ്ടാന്തങ്ങൾ കേട്ടാലും, എത്ര ആയത്തുകൾ കേട്ടാലും ആ ഹൃദയത്തെ അത് സ്വാധീനിക്കുകയില്ല. ആ ഹൃദയത്തിലേക്ക് അത് കയറുകയില്ല. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്തരം ഹൃദയങ്ങളുടെ ഉടമകൾ, അവർക്ക് തിന്മകളോട് വിരക്തിയില്ല. തിന്മകളോട് നിസ്സംഗമായ ഭാവമാണ്, നിസ്സാര ഭാവമാണ് അവർക്കുള്ളത്. തിന്മയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ഭീകരമായ പരാജയത്തെക്കുറിച്ച് ബോധമില്ലാത്തവരാണവർ. കൽബ് കടുക്കുക എന്നത്, കടുത്തതാവുക എന്നത്
മഹാ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോട് രക്ഷ തേടിയ വിഷയമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന്, പേടിയില്ലാത്ത ഖുശൂഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന്, എത്ര കഴിച്ചാലും മതി വരാത്ത വയറിൽ നിന്ന്, വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന്. ചില റിപ്പോർട്ടുകളിൽ കാണാം വമിൻ ഐനിൻ ലാ തദ്മഅ, വമിൻ ഐനിൻ ലാ തദ്മഅ, കരയാത്ത കണ്ണിൽ നിന്ന്, കരയാത്ത കണ്ണുണ്ടാകുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം കടുത്തു കഴിഞ്ഞാൽ മൃഗങ്ങളെക്കാൾ തരം താന്ന അവസ്ഥയിലേക്ക് മനുഷ്യരാപതിക്കും. അതിന്റെ അനുഭവങ്ങൾ, അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളെ വേട്ടയാടുന്നത്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, യാ റസൂലല്ലാഹ്, മൻ നജാത്ത്, രക്ഷയുടെ വഴി എന്താണ്? രക്ഷ, മോക്ഷത്തിന്റെ മാർഗം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അംസിക് അലൈക ലിസാനക്, നാവ് നീ പിടിച്ചു നിർത്തുക. രക്ഷയുടെ ഒന്നാമത്തെ വഴി നിന്റെ നാവ് നീ പിടിച്ചു നിർത്തുക. എല്ലാറ്റിലും കയറി സംസാരിക്കാനും എല്ലാം വിളിച്ചു കൂവാനും നിൽക്കേണ്ടതില്ല. രണ്ടാമത്തേത് പറഞ്ഞത് വല്യസഅക ബൈതുക്, ഫിത്നയുടെ കാലമാണ്. ഫിത്നയിൽ പോയി ആളാകുന്ന അവസ്ഥ നിനക്കുണ്ടാകരുത്. അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ നിന്റെ വീട് നിനക്ക് മതിയാകട്ടെ. വബക്കി അലാ ഖത്വിഅതിക്, നിന്റെ തെറ്റിൽ നീ കരയണം. നിന്റെ തെറ്റോർത്ത്, നിന്റെ പാപമോർത്ത് നീ കരയണം. നിനക്കറിയാം നിന്റെ രാവുകൾ എങ്ങനെയാണ്, നിന്റെ പകലുകൾ എങ്ങനെയാണ്, നിന്റെ രഹസ്യം എങ്ങനെ, നിന്റെ പരസ്യം എങ്ങനെ, കൃത്യമായി നിനക്കറിയാം. അതുകൊണ്ട് നിന്നിൽ നിന്ന് വന്നുപോയത് അത് മാനസികമായി, ശാരീരികമായി, വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നിനക്കറിയാം. അതുകൊണ്ട് നിന്റെ തെറ്റുകളെ ഓർത്ത് നീ കരഞ്ഞോ. ഫിത്നകളിൽ പോയി ആളാകാതെ വീട്ടിലിരിക്കൂ. ഇതാണ് രക്ഷയുടെ മാർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഖൽബ് കനിവുള്ളതായി, മനസ്സറിവുള്ളതായി, പേടിയും ഭയവും മനസ്സിനെ ഭരിച്ച് കണ്ണുകൾ കരയുന്ന അവസ്ഥ അത് ഏറെ അനുഗ്രഹീതമാണ്. അത്തരം അവസ്ഥ, അത്തരം ഖൽബുകളുടെ, കണ്ണിന്റെ ഉടമകളാകാനാണ് നമുക്ക് കഴിയേണ്ടത്. പൂർവികരുടെ ചരിത്രം നമ്മൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ കേട്ടു. മുഹമ്മദ് ഇബ്നു മുഖദിർ റഹിമഹുല്ല അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ കരയുകയാണ്. കരയുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് മറ്റൊരു പണ്ഡിതൻ അബൂ ഹാസിം കടന്നു വരികയാണ്. അബൂ ഹാസിം കടന്നു വന്നിട്ട് ചോദിച്ചു, മാ യുബ്കീക്, എന്താണ് താങ്കളെ കരയിപ്പിച്ച വിഷയം? അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. വബദാലഹും മിനല്ലാഹ് മാ ലം യകൂനു യഹ്തസിബൂൻ, വബദാലഹും മിനല്ലാഹ് മാ ലം യകൂനു യഹ്തസിബൂൻ. പരലോകത്ത് നാളെ കടന്നു വരുമ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട്, വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് തങ്ങളുടേതായി തങ്ങളുടെ മുന്നിൽ തെളിയുന്നത്, പ്രകടമാകുന്നത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത്തരം ഒരു നാളെ പുലരാനുണ്ട് എന്നത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മുഹമ്മദ് ഇബ്നു മുൻദിർ മുൻകദിർ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്റേത് എങ്ങനെയാണ് നാളെ അവിടെ തെളിയുക എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ നിലക്കുള്ള ഒരു ബോധ്യം, ഒരു കരച്ചിൽ, ഒരു തേട്ടമാണ് മനസ്സിൽ നിന്നുണ്ടാവേണ്ടത്. അള്ളാഹുവിനെ ഭയന്നിട്ടായിരിക്കണം കരയുന്നത്. പരലോകത്തെ പേടിച്ചായിരിക്കണം. അവിടെയുള്ള വിചാരണ ഓർത്തുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള കരച്ചിൽ നാളെ നമുക്ക് ഫലം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹ് ഫീ ളില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ല. 7 കൂട്ടരുണ്ട്. ആ 7 കൂട്ടർക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ട്, അർശിന്റെ തണലുണ്ട്. ഒരു തണലുമില്ലാത്ത അന്ന് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടർ. അതിൽ ഒരു കൂട്ടരായി പരിചയപ്പെടുത്തിയത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, ഒഴിഞ്ഞിരുന്ന് എല്ലാറ്റിലും മാറി
അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണീർ പൊഴിച്ചവൻ അവന് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആൾക്കൂട്ടത്തിൽ കരഞ്ഞ് അഭ്യസിക്കുന്ന ഏർപ്പാടല്ല, എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞുമാറി ഒറ്റക്കിരുന്ന് തന്റെ പാപത്തെ ഓർത്ത് താൻ നാളെ റബ്ബിന്റെ മുന്നിൽ നേരിടാൻ പോകുന്ന വിചാരണയെ ഓർത്തുകൊണ്ട് അവിടെ എനിക്ക് എന്ത് വിധിക്കപ്പെടും, നരകമാണോ സ്വർഗമാണോ എന്നോർത്ത് കരഞ്ഞ് റബ്ബിനോട് തേടുന്ന അവസ്ഥ, ആ നിലക്ക് കണ്ണീർ പൊഴിക്കാൻ സാധിച്ചവന് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഓർത്തു നിൽക്കുന്ന ഒരു സ്വകാര്യത അത് നമുക്കുണ്ടാവണം. ആ സ്വകാര്യതയിൽ നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ എല്ലാം ഓർത്ത് അള്ളാഹുവിന്റെ മഹത്വത്തിന് മുന്നിൽ നമ്മൾ നനയുന്ന കണ്ണീർ കണങ്ങളുമായി റബ്ബിന്റെ മുന്നിൽ കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഐനാനി, രണ്ട് കണ്ണുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തമസ്സുഹുമാ അന്നാർ, ആ രണ്ട് കണ്ണുകളെ തീ സ്പർശിക്കുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തത് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണ്. രണ്ട് വഐനുൻ ബാത്ത് തഹറുസു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ യലിജുന്നാർ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബൻ ഫിൽ ദറ, അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് കയറാത്തതുപോലെ കരഞ്ഞ കണ്ണിന്റെ ഉടമ ഒരിക്കലും അവർ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് തന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് കരഞ്ഞ വ്യക്തിത്വം ഒരിക്കലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു അവസ്ഥ അള്ളാഹുവിന്റെ റസൂലിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സലിഞ്ഞ് ദുനിയാവിന്റെ വിഷയത്തിൽ കരഞ്ഞ ചരിത്രവും നമുക്ക് കാണാം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി അബൂ യൂസുഫ് എന്ന കൊല്ലപ്പണിക്കാരന്റെ വീട്ടിൽ വെച്ച് മരണം വരിച്ച ചരിത്രം. ആ വീട്ടിൽ കുട്ടിയെ മുലയൂട്ടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും കുട്ടിയെ സന്ദർശിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്ന സന്ദർഭത്തിൽ കുട്ടി മരണാസന്നനാണ്. ഒരു തോൽസഞ്ചിയിൽ വെള്ളം നിറച്ചാൽ അതെങ്ങനെ ഉലയുമോ അതുപോലെ മനസ്സ് പിടച്ച് അവസാന നിമിഷത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രൻ ഇബ്രാഹിം ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓമനിച്ചു, അതിനെ ഉമ്മ വെച്ചു. പക്ഷെ അള്ളാഹുവിന്റെ വിധിയിൽ ഇബ്രാഹിം എന്ന കുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളിലായിക്കൊണ്ട് അന്ത്യശ്വാസം വലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് പിടച്ചു. പ്രവാചകനിൽ ദുഃഖം തളം കെട്ടി, കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. കൂടെയുണ്ടായിരുന്നവർ സ്വാഭാവികമായും ആശ്ചര്യത്തോടെ പ്രവാചകന്റെ കരച്ചിൽ കണ്ടപ്പോ ചോദിച്ചു അതിനെക്കുറിച്ച്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലിട്ട റഹ്മത്താണ് എന്ന് പറഞ്ഞു. ഇന്നൽ ഐന ലതദ്മഅ വൽ ഖൽബ് ലതഹ്സൻ, കണ്ണ് നനയും, കണ്ണീർ പൊഴിക്കും, ഹൃദയം അത് വേദനിക്കും. പക്ഷെ വലാ നഖൂലു ഇല്ലാ മാ ഇർളാ റബ്ബന, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെട്ടതല്ലാതെ ഒന്നും നമ്മൾ ഉരിയാടുകയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുഞ്ഞു പൈതലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇബ്രാഹിമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വ ഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ഇബ്രാഹിം, നിങ്ങളുടെ വിയോഗത്തിൽ ദുഃഖമുള്ളവനാണ് ഈ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ കരഞ്ഞ ഇത്തരം സന്ദർഭങ്ങളും നമുക്ക് കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിനെ ഭയന്നുള്ള, അള്ളാഹുവിന്റെ മഹത്വത്തെ മാനിച്ചുകൊണ്ടുള്ള, വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്തുകൊണ്ടുള്ള, അതിന്റെ ആശയം മനസ്സിൽ സ്വാധീനിച്ചുകൊണ്ടുള്ള കരച്ചിലിന്റെ ചരിത്രമാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ സ്വാധീനിക്കപ്പെട്ട് കരയുന്ന കൽബും കണ്ണും നമുക്കുണ്ടാകണമെന്നതാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ആ നിലക്ക് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പൂർവികരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ കരഞ്ഞ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എത്ര ഓതിയിട്ടുണ്ട് ഖുർആനിലെ ആയത്തുകൾ. ഇവരൊക്കെ കരഞ്ഞ ആയത്തുകൾ നമ്മൾ ഓതിയിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ റബ്ബിനെ ഓർത്ത്, തന്റെ പാപങ്ങളെ ഓർത്ത്, നാളെ വരാനിരിക്കുന്ന വിചാരണയെ ഓർത്ത് ഒരു തുള്ളി കണ്ണീരിറ്റാൻ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങുന്ന, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവർ എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖറൂ സുജ്ജദൻ വബുക്കിയ എന്ന് സൂറത്തു മറിയമിലെ ആയത്ത് നമ്മൾ കേട്ടു. നമ്മൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. ആ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആയത്തിൽ പറയുന്നത് ഖറൂ സുജ്ജദൻ വബുക്കിയ, അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുമെന്നാണ്. എപ്പോഴെങ്കിലും കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കാം. സൂറത്തു നജ്മിലെ വചനമാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത് ആമുഖമായി. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണോ? വതദ്ഹഖൂൻ വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. വതദ്ഹഖൂൻ, ചിരിക്കുകയാണല്ലേ. വലാ തബ്കൂൻ, നിങ്ങൾ എന്താ കരയാത്തത്? വഅൻതും സാമിദൂൻ, നിങ്ങൾ മേൽപോട്ട് നോക്കിയിരിക്കുകയാണല്ലേ. ഈ ആയത്ത് കേട്ടപ്പോഴാണ് നോക്ക് നിങ്ങൾ സഹാബികൾ കണ്ണീരൊഴുക്കിയത്, പ്രവാചകൻ കരഞ്ഞത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളും കരഞ്ഞു, ഒന്നിച്ച് കരഞ്ഞു. അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞത്, ലാ യലിജുൻ നാറ മൻ ബക്ക മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞവർ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യദ്ഖുലിൽ ജന്നത മുസിറുൻ അലാ മഅസിയ, അനുസരണക്കേടിൽ നിരതനായവൻ ഒരിക്കലും സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല എന്നാണ്. സാധിക്കുമെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് മാറിയിരുന്ന് കരയാൻ നമ്മൾ ശ്രമിക്കുക. നാളെ പരലോകത്ത് നരകത്തിൽ നമുക്ക് രക്ഷയേകുമത്. മൻ ദക്കറല്ലാഹ് ഫഫാലത് ഐനാഹു മിൻ ഖശിയത്തില്ലാഹി ഹത്താ യുസീബൽ അർള് മിൻ ദുമൂഇഹി ലം യുഅദ്ദിബുഹുല്ലാഹു യൗമൽ ഖിയാമ. മാറിയിരുന്ന് ഒഴിഞ്ഞിരുന്ന് കണ്ണീർ പൊഴിച്ചാൽ, ഭൂമിയിൽ ആ കണ്ണീരിറ്റ് വീണാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ശിക്ഷിക്കുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ കാണുന്നത് രാത്രി കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകനെ. ഫലം യസൽ യബ്കി ഹത്താ ബല്ല ഹിജ്റഹു, പ്രവാചകന്റെ മടിത്തട്ട് കരഞ്ഞ് മടിത്തട്ടിൽ കണ്ണുനീറുറ്റി വീഴുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും നമുക്ക് പറഞ്ഞു തരാൻ, സുമ്മ ബക ഫലം യസൽ യബ്കി ഹത്താ ബല്ല ലിഹിയതഹു, പ്രവാചകന്റെ താടി നനയുമാറ് വീണ്ടും രാത്രി ഖുർആൻ ഓതി പ്രവാചകൻ നമസ്കരിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുമ്മ ബക ഫലം യസൽ യബ്കി ഹത്താ ബല്ലൽ അർള്, നിലം പ്രവാചകൻ നിൽക്കുന്ന ആ ഭൂമി നനയുമാറ് രൂപത്തിൽ പ്രവാചകൻ കരഞ്ഞുകൊണ്ടിരിക്കെ ഫജാ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നതിനു വേണ്ടി വരികയാണ്. ചോദിച്ചു, അദ്ദേഹം പ്രവാചകനെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന പ്രവാചകനോട് ചോദിക്കുകയാണ്,
ലിമ തബ്കി യാ റസൂലല്ലാഹ് ലിമ തബ്കി, റസൂൽ എന്തിനാ നിങ്ങൾ കരയണത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ, നിങ്ങൾക്ക് അല്ലാഹ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നതല്ലേ? പ്രവാചകന്റെ മറുപടി അഫലാ അകൂന അബ്ദൻ ശുക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? പ്രവാചകൻ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടു. നമ്മളോ? ആ പ്രവാചകൻ അത്രമാത്രം കരഞ്ഞു. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, റസൂലിന് അവതരിക്കപ്പെട്ടത് അവർ കേട്ടിരുന്നുവെങ്കിൽ തറാ അഅ്യുനഹും തഫീദു മിനദ്ദം, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വീഴുന്നത് നിനക്ക് കാണാൻ പറ്റും. മിമ്മ അറഫു മിനൽ ഹഖ്, ഹഖ് മനസ്സിലാക്കിയ കാരണത്താൽ യഖൂലൂന റബ്ബന ആമന്ന ഫക്തുബ്നാ മഅ ഷാഹിദീൻ, അവർ പ്രാർത്ഥിക്കും റബ്ബേ ഷാഹിദീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിൽ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന വിഷയമാണിത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഈ നിലക്കുള്ള ഒരു ചിന്ത, ഒരു പുനർവിചിന്തനം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, പാപങ്ങളെ ഓർത്ത്, നാളത്തെ അവസ്ഥയെ ഓർത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് മാറി നിന്ന് റബ്ബിനെ ഓർത്ത് കണ്ണീർ പൊഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് നാളെ രക്ഷ നൽകുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദല്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.